അങ്ങനെ ഇന്നത്തെ നമ്മുടെ സീ സൈഡിലോട്ടുള്ള പോക്ക് ഒരു സീ ബാസിനെ പിടിക്കാൻ വേണ്ടിയുള്ള ഫിഷിംഗ് ട്രിപ്പാണ് ഈ പോകുന്നത്. നമ്മുടെ വീടിന് അടുത്തുനിന്ന് അധികം ദൂരമില്ലാത്ത സ്ഥലത്തുള്ള ഒരു ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നല്ല വെയിലുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് സീ ബാസിനെ കിട്ടുമെന്നുള്ള വളരെ പ്രതീക്ഷയോടുകൂടെ ഞങ്ങൾ പോവുകയാണ്. ഞാൻ തന്നെ പുറകെ വീഡിയോ ഒക്കെ പിടിച്ച് പോവുകയാണ്. എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ അങ്ങെത്തി. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് പക്ഷേ വലിയ ഫിഷിനെ കിട്ടിയില്ല, കുഞ്ഞു ഫിഷായിരുന്നു. നമുക്ക് കുഞ്ഞു ഫിഷിനെ എടുക്കാൻ പറ്റത്തില്ല. ഇത് 2 ദിവസം മുമ്പ് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു 3-4 ഫിഷിനെ കിട്ടി. അപ്പോൾ അത് ഫ്രീസറിനകത്ത് ഞങ്ങൾ കൊണ്ട് വെച്ചേക്കുവാണ്. ഇത് സീ സൈഡാണ്. ഇന്ന് ലോ ടൈഡാണ്. നമുക്ക് വെള്ളത്തിൻ്റെ അടുത്തോട്ട് വരെ ഇറങ്ങിപ്പോകാം. പക്ഷെ നല്ല തണുപ്പാണ്. വെള്ളത്തിൻ്റെ അവിടെ ചെന്ന് വെള്ളത്തെ ഞാൻ തൊട്ടപ്പോഴത്തേക്ക് നല്ല തണുപ്പ്. അതേ സ്പീഡിൽ തന്നെ ഞാൻ തിരിച്ചു പോന്നു. എന്നിട്ട് ഞാൻ വെള്ളത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വീണ്ടും ഞാൻ നടന്ന് പോവുകയാണ്. കുറേ ദൂരം നടക്കണം. ഒരു ഹാഫ് ആൻ അവറോളം നടക്കണം ഈ ഫിഷിങ്ങിൻ്റെ സ്പോട്ടുള്ള സ്ഥലത്ത് എത്താൻ വേണ്ടി. അങ്ങനെ നടന്നു വന്നപ്പോൾ കിടക്കുന്ന ഒരു വലിയ ജെല്ലി ഫിഷ്. ഭയങ്കര ഒരു ജെല്ലി ഫിഷ്. ഇത്രയും വലിയ ജെല്ലി ഫിഷ് ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഈ ജെല്ലി ഫിഷ് ഈ സമയത്ത് ഇങ്ങനത്തെ ഈ വെതറിൽ ഒത്തിരി സീസണിൽ വന്ന് ഇങ്ങനെ അടിഞ്ഞു കൂടും. ഇത് പക്ഷേ കുറച്ച് 2-3 ദിവസം ആയതാണെന്ന് തോന്നുന്നു. ചത്തുപോയ ജെല്ലി ഫിഷാണ്. അതിൻ്റെ ഒരു ദ്രാവകമുണ്ട് എൻ്റെ ദേഹത്ത്, ഒരു സാധനം. അത് ദേഹത്ത് മുട്ടിയാൽ നമുക്ക് ഭയങ്കര ഇച്ചിങ്ങും ചൊറിച്ചിലൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ആ ജെല്ലി ഫിഷിനെ കണ്ട് കുറച്ച് നേരം അതിനോട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും പിന്നെ മുന്നോട്ട് പോയി. അവിടെ ചെന്ന് സീ സൈഡിൽ അവിടെ ചെന്ന് കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്നു. കാരണം നടന്നിട്ട് ഞാൻ മടുത്തു ശരിക്കും. അപ്പോഴത്തേക്ക് അവർ 2 പേരും അവിടെ നിന്ന് ചൂണ്ടയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുവാണ്. കുറേ നേരം അതിലിട്ടിട്ട് അവർ ചൂണ്ടയൊക്കെ ഇട്ട് അതിൻ്റെ മീനെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുവാണ്. ഞങ്ങൾക്ക് അപ്പോഴത്തേക്ക് ഒരു കുഞ്ഞു മീനെ കിട്ടി. വീട്ടിൽ വന്നിട്ട് പിന്നെ അച്ഛൻ പറഞ്ഞു, അന്ന് 2 ദിവസം മുമ്പ് പിടിച്ച സീ ബാസ് നമുക്ക് തട്ടാന്ന്. അതിനെ വെട്ടുന്ന ഭാഗമാണിത്. അതിനെ എനിക്ക് വെട്ടിത്തന്നു. കഷ്ണങ്ങളാക്കി, എല്ലാം കഷ്ണങ്ങൾ സെപ്പറേറ്റാക്കി, തല സെപ്പറേറ്റാക്കി അങ്ങനെ വറക്കാൻ വേണ്ടി എടുത്ത് വെച്ചു. അതിനെ കുറച്ച് എടുത്ത് വറുത്തു. നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഞങ്ങളുടെ ഫിഷിംഗ് വീഡിയോ അങ്ങനെ ഇവിടെ കൊണ്ടിന്ന് അവസാനിപ്പിച്ചു. ഞങ്ങൾ വന്ന വഴിക്ക് പിടിച്ച കുറേ മീനെ വെയ്റ്റ്സായിട്ട് കൊടുക്കാൻ വേണ്ടി പിടിച്ച മീനുകളായത്. അങ്ങനെ ഞാൻ കുറേ ഫോട്ടോയൊക്കെ എടുത്തു. ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.